ആശാനെ കുഞ്ഞപ്പൻ ഒരര ഇങ്ങ് പോരട്ടെ. ആ പോരട്ടെ. ആശാനിത് ഇവിടുന്ന് ഓരോ പുതിയതിനെ കൊണ്ടുവരുന്നത്. ഇതൊക്കെ വന്ന് വീഴുന്നതാടാ കരിയപ്പലെ. ആശാനെ സരോജനയ്ക്ക് ഒരു കുഴപ്പമുണ്ട്. എന്താടാ അറിയാത്തില്ലേ? ആളെ കൈ കിട്ടി കഴിഞ്ഞാ പിന്നെ ഒരു കലിയ. ഒരുമാതിരി ഉള്ളവന് ഉടുതുണി ഇട്ടേച്ച് ഓടിപ്പോകും. എന്റെ അമ്മയ്ക്ക് പറഞ്ഞാൽ കേട്ടോണ്ടിരിക്കണം. ഇവിടെ കിടന്ന് വെള്ളം ഉണ്ടാക്കിയാലുണ്ടല്ലോ അടിച്ചില്ല കരണപ്പിക്കാൻ തെറിപ്പിക്കും. വല്ല പോലീസുകാർ വന്ന് കയറിയാൽ കഞ്ഞൂടി മുട്ടും. ഇതേപോലെ വല്ലോ നല്ല ചക്രം ഉണ്ടാക്കാനുള്ള സമയത്ത് എന്തിനേ വഴക്കൊക്കെ? നീ പോ ഇരടാ. എത്രയാണ്? 10. പോക്കറ്റ് നിറച്ച് കാശും ഒന്ന് വളഞ്ഞു. ഒടുക്കത്ത കുടിയായി പോയതാ. അവളെ അമ്മയ്ക്ക് പറഞ്ഞതിന്റെ വിഷമം കൊണ്ട് കുടിച്ചു പോയതാ. ഇഷ്ടമുള്ള സമയം എവിടെയാ നമുക്ക് കൂടുതൽ? അതിനല്ലേ സർക്കാർ പൈപ്പ് കൊണ്ടുവന്നിട്ടിരിക്കുന്നത്. പൈപ്പിനകത്തോ? വല്ലവരും കാണത്തില്ലേ? കാണുന്നവർ കണ്ണടച്ചോണ്ട് പോയിക്കോളൂ. സാർ വന്നാട്ടെ. അവക്ക് ഇരിക്കാൻ വേണ്ട ഒരു സ്ഥലമേ. സാർ അങ്ങോട്ട് കയറിയാട്ടെ. ഇഷ്ടമുള്ളത് തന്നാ മതി എന്നല്ലേ നീ പറഞ്ഞത്? അതിന് ഇതേ തന്റെ പെണ്ണുമ്പിള്ളിക്ക് കൊണ്ടു കൊടുക്ക്. മര്യാദയ്ക്ക് 50 രൂപ തന്നു. 50 രൂപയോ? ഇതെനിക്ക് എന്റെ വീട്ടിൽ കൊണ്ടു കൊടുക്കാനുള്ള കാശാ. വീട്ടിൽ സാധിക്കുന്ന കാര്യം ഇവിടെ സാധിച്ചില്ലേ? ഒരേക്ക് കാശോ? കാശ് തരാതെ തന്നെ ഞാൻ വിടത്തില്ല. എന്തോടി വഴക്ക്? കാര്യം കഴിഞ്ഞപ്പോഴേ ഇയാൾ കാശ് തരുന്നില്ല. കാശ് കൊടുക്ക്. കൊണ്ടുപാടോ എനിക്ക് വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കാനുള്ള കാശാ. വീട്ടിൽ ഇത് കൊടുത്താൽ 10 രൂപയോ? എന്തിനാ? എന്തിനെന്ന് നീ വെച്ചു. 10 രൂപയോ? എടാ കാലമാടാ, നീ കൊട പഠിക്കത്തില്ല. എന്നെ രക്ഷിക്കണേ. എന്താ കാര്യം? 2-3 തെമ്മാടികൾ എന്നെ പിടിക്കാൻ ഓടിച്ചോണ്ട് വരുന്നു. അയ്യോ, നീ ഓടി രക്ഷപ്പെടാമെന്ന് കരുതിയോ? അവളെ പിടിക്കാൻ വരട്ടെ. സംഗതി എന്താ? ഇവിടെ ഞങ്ങളെ കാശും മേടിച്ചിട്ട് ഓടിയിരിക്കുന്നു. കാശ് വാങ്ങിച്ചെങ്കിലേ മര്യാദ കൂടെ ചെല്ലേ. അയ്യോ ചേട്ടാ, ഞാൻ അത്രക്കാരിയല്ല. ദൈവസാക്ഷിയായിട്ട് ഞാൻ ആരുടെ കയ്യിൽ നിന്ന് കാശ് മേടിച്ചു. കാശ് മേടിച്ചില്ലേ? കൈ നിറച്ച് കാശ് തരാം. വാടി. ഓ, അങ്ങനെയാണോ സംഭവം? മര്യാദയ്ക്ക് ഇവിടെ കയ്യിൽ നിന്ന് ഇവിടെ അങ്ങനെയാണോ നോക്കോ?
തല്ലല്ലേ ഓടാ. നീ ഏതാ? എനിക്ക് ആരോരുമില്ല. ഞാൻ ഒരു ജോലി അന്വേഷിച്ചിറങ്ങിയതാ. അർദ്ധരാത്രിയാണോ ജോലി അന്വേഷിക്കുന്നത്? ഒരുപാടടുത്ത് അലഞ്ഞിട്ട് രാത്രി ആയപ്പോഴാണ് ഇവിടെ എത്തിയത്. റെയിൽവേ സ്റ്റേഷനിൽ ചെന്ന് കിടക്കാമെന്ന് വിചാരിച്ച് വന്നപ്പോഴാണ് ഇവന്മാർ പുറകെ കൂടിയത്. ഓഹോ, നിന്റെ പേരെന്താ? സാവിത്രി. എന്നാല് ഇനിയും അവന്മാരുടെ മുമ്പ് പോയി ചാടാതെ ഈ കമ്പാർട്ട്മെന്റിനകത്തേക്ക് കിടന്നു. ഷട്ടേഴ്സൊക്കെ അടച്ചേക്ക്. നേരം വെളുത്തിട്ട് പോയച്ചാ മതി. സാവിത്രി, സാവിത്രി, വണ്ടി സ്റ്റേഷനിൽ പിടിക്കാൻ പോകുന്നു. എനിക്ക് ഡ്യൂട്ടി ഉണ്ട്, നീ പൊയ്ക്കോ. എനിക്ക് പോകാൻ ഒരിടവുമില്ല. എന്റെ ദൈവമാണ് ചേട്ടന്റെ അടുത്ത് എത്തിച്ചത്. ഞാനും കൂടി പോരട്ടെ? എന്റെ കൂടെ? നല്ല ശിക്ഷയായി. നീ ഇവിടെ ചുറ്റിത്തിരിയുന്ന ഒരു പുതിയ പതിപ്പാണെന്ന് തോന്നുന്നല്ലോ. അയ്യോ, എന്നെ തെറ്റിദ്ധരിക്കരുത്. ഒരു തെറ്റിദ്ധാരണയും ഇല്ല. നിനക്കും അവർക്കും തമ്മിൽ ഒരു വ്യത്യാസമേ ഉള്ളൂ. അവരാണുങ്ങളെ കണ്ണ് കാണിച്ചു മയക്കുന്നു, നീ കണ്ണീര് കാണിച്ചു മയക്കാൻ നോക്കുന്നു. സ്ഥലം വിട്ടെ. എന്തിനാ കരയുന്നത്? നിങ്ങൾ രണ്ടുപേരെയും അറസ്റ്റ് ചെയ്തിരിക്കുന്നു. എന്തിന്? കമ്പാർട്ട്മെന്റിനകത്ത് അവിഹിതം നടത്തിയത്. അഭിഹിതം നടത്തുന്നത് നിങ്ങൾ കണ്ടോ? ഞാൻ കണ്ടില്ല, പക്ഷെ കണ്ട സാക്ഷികളുണ്ട്. ഓ, ഇവരൊക്കെയാണോ സാക്ഷികൾ? ഇവർക്കൊക്കെ ഞാൻ ഇന്നലെ സാക്ഷിപ്പടിയും കൊടുത്ത് അയച്ചതല്ലേ ഉള്ളൂ. ഏമാനെ, ഇവനെ ഇവിടെ വിടരുത്. നടക്കണോട്ട് വരട്ടെ, ബഹളം വെക്കാതെ. സാറേ, ഇവള് എന്റെ മുറപ്പെണ്ണ. എന്നെ കാണാൻ വന്നു, നേരെ വീട്ടിൽ പോയി. ഈ കമ്പാർട്ട്മെന്റിനകത്ത് കയറി കിടക്കാൻ പറഞ്ഞു. അതിലെന്താ തെറ്റ്? സാറേ, ഇതൊന്നും വിശ്വസിക്കരുത്. നിർത്തണം. സാറേ, ഒരു സ്ത്രീയെയും പുരുഷനെയും ഒരുമിച്ച് കണ്ടാൽ അത് വ്യഭിചരിക്കാൻ മാത്രമാണെന്നാണോ നിങ്ങളൊക്കെ കരുതിയിരിക്കുന്നത്? നിങ്ങളുടെ ആരുടെയും വീട്ടിൽ പെണ്ണുങ്ങളില്ലേ? ക്ഷമിക്കണം സാറേ, ഇവന്റെയൊക്കെ വാക്ക് കേട്ടാണ് ഞങ്ങൾ തെറ്റിദ്ധരിച്ചത്. സാറേ, വേറൊന്നും വിചാരിക്കരുത്, ഒരു അബദ്ധം പറ്റിപ്പോയതാണ്. സാരമില്ല. ഇനിയും എന്നെ ഇവിടെ വിട്ടിട്ട് പോയാൽ എനിക്ക് മരിക്കാനേ കഴിയും. ശരി, വാ. ഇവിടെ എന്റെ മുഖത്ത് നോക്കി പറയാൻ നിനക്ക് അങ്ങനെ ധൈര്യം വന്നു? ക്ഷമിക്കണം സർ, ഇവളെ പറഞ്ഞുവിടാൻ എനിക്ക് നിവർത്തിയില്ല. എന്താണ് നിവൃത്തിയില്ലാത്തത്? ഇവിടെ ഒരു ഭാര്യയാണോ? അവൻ നിന്നെ കാണുകയോ? എന്റെ ആരുമല്ല. പിന്നെ ആരോരുമില്ലാത്ത ഇവളെ രക്ഷിക്കാമെന്ന് ഞാൻ വാക്ക് കൊടുത്തു. അത് പാലിക്കേണ്ട കടമ എനിക്കുണ്ട്. അപ്പോൾ എന്നേക്കാൾ വലുതാണോ നിനക്ക് വഴി? നന്ദി കേട്ട റാസ്കൾ. സാർ, ആ തെരുവ് തണ്ടികളുടെ സ്വഭാവം നിന്നിൽ നിന്നൊരിക്കലും മാറുകയില്ലടാ. തെരുവിൽ നിന്നാണ് ഞാൻ ഈ വീട്ടിൽ വന്നത്. പക്ഷെ ഞാൻ ഇതുവരെ തെണ്ടിത്തരം കാണിച്ചിട്ടില്ല. ഞാൻ പോയിക്കോളാം. നിൽക്കൂ, നിന്നെ വിളിച്ചുകൊണ്ടുവന്ന ഞാനാണ്. ഇത് വഴിയെ പോകുന്നവരെല്ലാം വിളിച്ചുകൊണ്ടുവന്ന് താമസിപ്പിക്കാനുള്ള ചട്ടമല്ല. വിവാഹപ്രായം എത്തിയിരുന്ന ഒരു പെൺകുട്ടിയുള്ള വീടാണ്. അനാഥയാണെങ്കിലും ഇവളും ഒരു പെണ്ണാണ് സാർ. എന്നാൽ കൊണ്ടുപോയി കല്യാണം കഴിച്ച് താമസിക്കടാ. സാർ, പോകരുത് പാലേട്ടാ. ഡാഡി, ചേട്ടനെ പറഞ്ഞു വിടരുത് ഡാഡി. ഈ കാരണം കൊണ്ട് ബാലിനി ഡിവിഷനിൽ നിന്നും പോകാൻ ആഗ്രഹിക്കുന്നത് ശരിയല്ല. സാർ, ഡാനിയൽ അദ്ദേഹത്തിന് ഇഷ്ടപ്പെടാത്തവനായി നാട്ടിൽ ജീവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാനൊരു നല്ല വഴി പറയാം. അതെന്ത് വഴിയാ സാറേ? നമ്മുടെ 2-3 ക്വാർട്ടേഴ്സ് ഒഴിഞ്ഞു കിടപ്പുണ്ട്. ഒരു ആപ്ലിക്കേഷൻ എഴുതി തരികയാണെങ്കിൽ അതിലൊന്ന് ഞാൻ ഫിക്സ് ചെയ്ത് തരാം. അല്ല, ഇതാരെ? മമ്മൂക്കായോ? വരണം വരണം. ഉത്തം പൂർത്തിക്കാരെ ഒന്ന് കാണാൻ വന്നതാണ്. സാവിത്രി, ഞാൻ പറഞ്ഞില്ലേ മമ്മൂക്ക വരുമെന്ന്? ഇതാണ് നമ്മുടെ കെട്ടിയോട് സൈനം. ബന്ധുക്കളില്ലാത്ത നമുക്ക് ഇനി നമ്മുടെ ഏറ്റവും വലിയ ബന്ധുക്കൾ വരാം. ഇതെല്ലാം അടുത്ത് പോയി. ഇവിടെ എല്ലാ സാധനങ്ങളും വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ എന്തിനാ ഇതൊക്കെ? ഇരിക്കട്ടെ കൊച്ചേ, നമ്മൾ സന്തോഷത്തിന് കൊണ്ടുവന്നല്ലേ.
നാളെ മുതലേ 2 പാല് വീതം കൊണ്ടുവരാൻ നമ്മൾ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. സൈനവ, നീ കൂടെ അടുക്കളയ്ക്ക് അകത്തോട്ട് കയറി ഒരു സൂപ്പർവേഷൻ. അല്ല, ഇന്നിപ്പോ ഒരു കാര്യം, ഏതെങ്കിലും സബ് രജിസ്റ്റർ ഓഫീസ് ചെന്ന് ഒപ്പുവെച്ച് നിങ്ങളെ നിക്കാഹം കഴിക്കണം. ഓർക്കാപ്പുറത്തായിരുന്നു അമ്മുക്ക ഇങ്ങനെ ഒരു കാര്യം ഉണ്ടായത്. ഇവിടെ നിന്നോ ഓടി വന്ന ഒരു പെണ്ണ്, അതിനെ ഞാനും കൂടി കൈവിട്ടാൽ. അല്ല, നിങ്ങൾ കാണിച്ച ആർക്കും, പക്ഷെങ്കിൽ നിങ്ങൾ ആ പെണ്ണിനെ കൈയേറ്റു എന്ന് റെക്കോർഡ് ഉണ്ടാക്കണം. ആ വരട്ടെ, ചെയ്യാം. ഈ തെപ്പേട്ടി വിൽക്കാൻ കൊണ്ടുപോവാണ്. റൊസാരിയുടെ ഭാര്യയ്ക്ക് വേണമെന്ന് പറഞ്ഞു. വിവരങ്ങളെല്ലാം ബാലേട്ടൻ എന്നോട് പറഞ്ഞു. നിങ്ങളെങ്കിലും സന്തോഷമായിട്ട് കഴിയും. ഡേസി, നോക്ക്, ആരോരുമില്ലാത്ത ഒരു അനാഥയാണ് ഞാൻ. ഒരു പ്രത്യേക സാഹചര്യത്തിൽ ബാലേട്ടൻ എന്നെ രക്ഷിച്ചു. മറ്റൊരു ആശ്രയമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ബാലേട്ടൻ്റെ കൂടെ പോകുന്നത്. അല്ലാതെ ഞങ്ങൾ തമ്മിൽ... ബാലേട്ടനെ ഞാൻ സ്നേഹിച്ചിരുന്നു. അദ്ദേഹം എന്റേത് മാത്രമാണെന്ന് ഞാൻ വിശ്വസിച്ചു. പക്ഷേ ദൈവനിശ്ചയം മറ്റൊരു തരത്തിലായിപ്പോയി. ഇല്ല ഡേസി, നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് ഞാൻ ഒരിക്കലും ഒരു തടസ്സമായിരിക്കില്ല. കൈപ്പേറിയ പല അനുഭവങ്ങൾ കൊണ്ട് ദുഃഖിച്ച് കഴിയുന്നവളാണ് ഞാൻ. അതുകൊണ്ട് മറ്റൊരു സ്ത്രീയുടെ വേദന എനിക്ക് മനസ്സിലാവും. ഡേസിയുടെ ഒരു സഹോദരി എന്ന നിലയിൽ ഞാൻ പറയുന്നത് വിശ്വസിക്കുമോ? എന്താണ്? ഞാൻ ജീവിച്ചിരുന്നാൽ ഡേസിയെ ബാലേട്ടനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കും. നിങ്ങളുടെ കുടുംബത്തോട് ബാലേട്ടനുള്ള കടപ്പാടും ഡേസിക്ക് ബാലേട്ടനോടുള്ള സ്നേഹവും ഞാൻ മനസ്സിലാക്കുന്നു. അല്പസമയം എനിക്ക് തരൂ, ഞാൻ എല്ലാം ശരിയാക്കി തരാം. ചേച്ചി, എന്നെ അങ്ങനെ തന്നെ വിളിക്കൂ. എന്നും സ്വന്തം സഹോദരിയുടെ സ്ഥാനത്ത് നിന്നുകൊണ്ട് ഒരു പുതിയ ജീവിതം നിനക്കായി ഞാൻ ഒരുക്കി തരാം. സന്തോഷമായി പോകും. പോയിട്ട് വരും. ബാലേട്ട, പരിശുദ്ധിയായ ഈ പെൺകുട്ടിയെ ബാലേട്ടൻ വേദനിപ്പിക്കരുത്. ബാലേട്ടൻ അവളുടേതാണ്, അവളുടേത് മാത്രം. ഷൂളിയാസിയാണ്, കൈ പൊള്ളവും. അയ്യോ, അഗതി അഗതി അഗതി, കൈയും കാലും തളർന്നു കിടക്കണ എന്റെ ചേട്ടന് വല്ലതും തരണേ. അയ്യോ, ഇതാരും കാണുന്നില്ലല്ലോ. ചേട്ടൻ കരയാതെ വാകീറിയവൻ വയറ്റിനും തരും. അഗതി അഗതി, വല്ലതും തരണേ. എത്രയാ? 30 പൈസ. അയ്യോ, ഒരു പേഴ്സ് കാണുന്നില്ല. ആ പിച്ചക്കാരൻ അടിച്ചായിരിക്കും. ചുമ്മാ ഇരടാ, ആളുകൾ വിചാരിക്കും നമ്മള് കള്ളന്മാരാണോ. ശരിയാ. പേഴ്സോ? അഗതിക്ക് എന്തിനാ പേഴ്സ്? അവനടിക്കല്ലേ, നമ്മൾ ചോദിക്കാം. ഡാ അഗതി, നീ വല്ലതും അടിച്ചോണ്ട് പോയിട്ടുണ്ടോ? ഇക്ക, തളർന്നു കിടക്കുന്നതിനെ താങ്ങിക്കൊണ്ട് കിടക്കണ ഞാൻ എങ്ങനെ അടിച്ചോണ്ട് പോരാനാ? ഇനി അഥവാ അടിച്ചോണ്ട് പോന്നാൽ തന്നെ അത് കയ്യിൽ തങ്ങുവോ? നിന്റെ തട്ടിജ്ഞാനം ഒന്നും ഞമ്മക്ക് കേക്കണ്ട. സത്യം പറ, നീ മോട്ടിച്ചോ ഇല്ലയോ? ഇല്ലേ. സർവാദം പിടിച്ച് കിടന്നവനെ നീ എഴുന്നേറ്റ് നിൽക്കാ. കുഞ്ഞപ്പൻ, കുഞ്ഞപ്പാ, ഇതിന് എത്രാമത്തെ വേഷമാണ്?